ഹായ്, ഞാനിന്ന് മുട്ട കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ചോറിനോടൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മീഡിയം സൈസുള്ള സബോള ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും കൂട്ടിയിട്ട് നല്ലതായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ആദ്യം ചേർക്കുന്നുള്ളൂ, ബാക്കി പുറകാലെ ചേർക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി ഇത്രയും സ്ലൈസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൂടി ഇട്ടതിന് ശേഷം ഇതുപോലെ നല്ലതായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി ഓയിൽ ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലതായിട്ട് തന്നെ ഇത് ഇളക്കിയെടുക്കുക. ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കുക. സ്വല്പം ഓയിലൂടെ വേണമെങ്കിൽ സ്വല്പം ഓയിലൂടെ ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെക്കാം. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതായിട്ട് തന്നെ ഇത് വഴന്ന് കിട്ടും. അപ്പം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഓയിൽ വേണമെങ്കിൽ സ്വല്പം ഓയിലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഓയിലിന് കുറവുണ്ടെങ്കിൽ മാത്രം. എന്നിട്ട് നല്ലതായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു സ്വല്പം നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒന്നിച്ചൂടെ ഒന്ന് വഴന്ന് കിട്ടട്ടെ. ഇപ്പം ഏകദേശം നമ്മൾ ഒരു പകുതിയോളം ഇത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് സൈഡിലേക്ക് ഇതുപോലെ മാറ്റി വെച്ച ശേഷം നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3 പേർക്കോളം നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. 1/2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത് മല്ലിപ്പൊടിയും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല മാത്രമേ ഇപ്പം ചേർക്കുന്നുള്ളൂ. നമുക്ക് ഗരം മസാല ഇച്ചിരി വേണേൽ ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ സൈഡിൽ വെച്ച് ഇതുപോലെ മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ എല്ലാം കൂടി ഇതുപോലെ തന്നെ ഒന്നിച്ചതുപോലെ തന്നെ മിക്സാക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സാക്കി എടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് ഇച്ചിരി എരിവിന് വേണ്ടി അങ്ങനെ ചേർത്തതാണ്. അതുകൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഏകദേശം 1.25 കപ്പോളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കുറവുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കറിയുടെ ഈ ഉപ്പിൻ്റെ ലെവൽ അനുസരിച്ച് ആവശ്യത്തെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്ന് ഇച്ചിരി ഒന്ന് പറ്റി വരട്ടെ, അതിന് വേണ്ടി അടച്ചു വെച്ചതാണ്. ഒന്ന് കുറുകി വരാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുവാണ്. ആ വെള്ളം ഇച്ചിരി ഒന്ന് പറ്റി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് മുട്ട ഞാൻ ഇതുപോലെ തിരിച്ച് മറിച്ച് ജസ്റ്റ് ഒന്ന് ബുൾസൈ പോലെ എടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്വല്പം കുരുമുളക് പൊടി അതിന് മണ്ടയ്ക്ക് ഇതുപോലെ വിതറി കൊടുത്തതിന് ശേഷം തിരിച്ച് മറിച്ച് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കഴിയുമ്പോൾ സ്വല്പം ഒന്ന് തിരിച്ചിട്ടാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതുപോലെ എടുക്കാം. ബുൾസൈ അല്ല, ഇതുപോലെ തിരിച്ചും മറിച്ച് വന്ന് ഓംലെറ്റിൻ്റെ ആ ഒരു രീതിയിലെടുക്കുന്നത്. തിരിച്ചും മറിച്ച് വന്ന് ജസ്റ്റ് ഫ്രൈ എടുക്കുന്നുണ്ട് 2 വശവും ചെറുതായിട്ട്. ഇതുപോലെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മുട്ട ഇതുപോലെ ഞാൻ ഒരു മീഡിയം ലെവലിൽ ഫ്രൈ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മസാലക്കൂട്ട് വഴറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ മുട്ട ഓരോന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 മുട്ട ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലതായിട്ടൊന്ന് തിരിച്ചൊക്കെ ഇട്ട് അതിൻ്റെ ആ മസാലക്കൂട്ടിനകത്തോട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ച് മിക്സ് ആക്കണ്ട. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ട് ആ മസാലക്കൂട്ടൊന്ന് മണ്ടയ്ക്കോട്ടൊന്ന് വെച്ച് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് മസാലക്കൂട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലും കൂടെ ഗ്യാസ് വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതുപോലെ ജസ്റ്റ് നമ്മുടെ ആ മസാലക്കൂട്ട് ആ ഗ്രേവി ഒന്ന് അതിലോട്ട് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇത് നല്ലതായിട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഉറപ്പായിട്ടൊന്ന് കുക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ ഒക്കെ വേറെ ഒരു കൂട്ടാനില്ലെങ്കിൽ പോലും നമുക്ക് ചോറ് നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.